ഇന്ന് നമുക്ക് ഒരു കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ കേക്കാണ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് മൈ മെലോഡി ആൻഡ് കുരോമി, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ്. അതിൻ്റെ ഒരു കാർട്ടൂണിൻ്റെ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് കട്ട് ചെയ്തിട്ട് ഒരു ഹാർട്ട് ഷേപ്പിൽ ഒട്ടിച്ചു കൊടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ അത് രണ്ട് ഫ്ലേവറായിട്ടാണ്, ഹാർട്ട് ഷേപ്പിൽ രണ്ട് ഫ്ലേവർ, ഒന്ന് ബ്ലൂബെറിയും ഒന്ന് സ്ട്രോബെറിയും, ഹാഫ് സ്ട്രോബെറി ഹാഫ് ബ്ലൂബെറി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ആദ്യം സിറഫ് ശരിയാക്കാം. സിറഫ് നമ്മൾ ഷുഗർ സിറഫ് എടുക്കുന്നു. ആ ഷുഗർ സിറഫിലേക്ക് ഈ ബ്ലൂബെറി ക്രഷും കുറച്ച് വേറെ സിറഫ് എടുത്തിട്ട് അതിലേക്ക് സ്ട്രോബെറി ക്രഷ് ഉപയോഗിക്കുന്നു. ഞാൻ ഈ മാലാസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്രഷുകളാണ് എടുത്തിരിക്കുന്നത്. വളരെ നല്ല ഒരു റിസൾട്ടുള്ള പിന്നെ ഇതാണ് മാലാസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്രഷുകൾ. എല്ലാവർക്കും അറിയാം, അത് നല്ല ഫ്രൂട്ടിൻ്റെ ഒരു ചെറിയ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഇതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇനി ഈ കേക്കിന് വേണ്ടത് ക്രീമാണ്. ക്രീമിലേക്ക് നമ്മൾ എൻഹാൻസ് എന്ന് പറഞ്ഞാൽ ബുങ്കയുടെ എൻഹാൻസ്ഡ് ഗ്ലേസ് ആണ് ഉപയോഗിക്കുന്നത്. ഈ സ്ട്രോബെറി ഗ്ലേസും അതുപോലെയുള്ള ബ്ലൂബെറി, സ്ട്രോബെറി, പൈനാപ്പിൾ, മാംഗോ ഒക്കെ ഗ്ലേസുകൾ ഉണ്ടാവും കമ്പനിയുടെ എൻഹാൻസിൻ്റെ. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപർപ്പസ് ആണ്. നമുക്ക് ക്രീമിൽ ഇത് കുറച്ച് കൊടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഭയങ്കര ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് റിസൾട്ട് ഉണ്ട് അതിൻ്റെ കേക്കിലേക്ക് ആ സാധനങ്ങൾ കൊടുത്ത് വരുമ്പോൾ. നമ്മൾ പിന്നെ ഫില്ലിങ്ങിലേക്ക് പിന്നെ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. ക്രീമിൽ തന്നെ കൊടുക്കുകയാണെങ്കിലും നമ്മൾ ഓൾറെഡി സിറഫിലേക്ക് കൊടുത്തല്ലോ. അപ്പോൾ പിന്നെ ഇനി ലെയറിങ്ങിലൊക്കെ ഒന്നും ഇത് വരേണ്ട കാര്യമില്ല. ഓൾറെഡി ആ ബ്ലൂബെറി സ്ട്രോബെറി ഒക്കെ ടേസ്റ്റ് വന്നു. പിന്നെ അത് എടുത്ത ശേഷം ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് പ്രോളിൻ, പിന്നെ കുറച്ച് വൈറ്റ് ചിപ്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഞാൻ ഈ ലെയറിങ് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ രണ്ടും എടുത്ത് വെച്ച് ഹാർട്ട് ഷേപ്പിലാണ് വേണ്ടത്. ഈ റൗണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാമല്ലോ. രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ഒരു ചെറിയ രണ്ട് പീസ് കട്ട് ചെയ്ത് മാറ്റി അത് പിന്നെ രണ്ട് സൈഡിലേക്ക് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഹാർട്ട് ഷേപ്പ് പിന്നെ കിട്ടുന്നതാണ്. പിന്നെ ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മേലെയുള്ള ഭാഗത്തേക്ക് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹാർട്ട് ഷേപ്പ് അധികം ഒരു ഒട്ടും തന്നെ വേസ്റ്റ് ഇല്ലാതെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. ആദ്യമായിട്ട് കേക്കൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉപകരിക്കും ഇതൊക്കെ. ഓക്കെ, പിന്നെ ഈ എൻഹാൻസിൻ്റെ ഗ്ലേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻഹാൻസിൻ്റെ ഗ്ലേസ് നമ്മൾ മുകളിൽ ഉപയോഗിക്കുമ്പോൾ ഞാൻ പറ്റും പല ഇതും ചെയ്തപ്പോഴും അത് മുകളിൽ ഒരു പിന്നെ പ്ലാസ്റ്റിക് കോട്ടിങ് പോലെ പൊളിഞ്ഞു പോരുന്നത് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഇത് കിട്ടിയില്ല. നല്ല എപ്പോഴും എത്ര ദിവസം കഴിഞ്ഞാലും നമുക്കത് പിന്നെ ഒട്ടിപ്പിടിക്കാതെ അല്ലെങ്കിൽ കട്ടയാവാതെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് അതിൻ്റെ കിട്ടിയത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ ഞാനൊരു രണ്ട് ഭാഗത്തായിട്ട് ബ്ലൂബെറിയും സ്ട്രോബെറിയും ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഒരു കോട്ടലയിൽ ബ്ലൂബെറി ക്രീം എടുത്ത് അത് ഇതേപോലെ നന്നായിട്ട് അതിൻ്റെ കേക്കിൻ്റെ ഒരു സൈഡിലേക്ക് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അപ്ലൈ ചെയ്ത് അത് നമ്മളൊരു കത്തി കൊണ്ട് വളരെ സാവധാനത്തിൽ അതിനെ ഒന്ന് പിന്നെ തേച്ച് നല്ല ഫിനിഷാക്കി എടുക്കുക ഒരു സൈഡ് മാത്രം. അപ്പോൾ എനിക്ക് കേക്കുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ചെയ്യുന്ന കേക്കുകളൊക്കെ നിങ്ങളെൻ്റെ ചാനൽ PP കേക്ക്സ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. ആ കേക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കണം, പിന്നെ കമൻറ്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ക്രീം ഒരു സൈഡിൽ നല്ല വൃത്തിയിലിട്ടതിന് ശേഷം ഇതേപോലെ തന്നെ നമ്മൾ പിന്നെ വേറൊരു കോട്ടിലയിൽ നമ്മൾ ഈ സ്ട്രോബെറിയുടെ ക്രീം ഇതേപോലെ തന്നെ നിറച്ചെടുത്ത് അത് മറ്റേ സൈഡിലേക്ക് നന്നായി അപ്ലൈ ചെയ്ത് ഈ മറ്റേ സൈഡ് ഫിനിഷ് ചെയ്ത പോലെ തന്നെ ഇങ്ങേ സൈഡും ഈ സ്ട്രോബെറി ക്രീം കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഫോട്ടോ പ്രിൻ്റ് ഈ മൈ മെലോഡി എന്നോ കുറോമി എന്ന് പറയുന്ന കാർട്ടൂണിൻ്റെ ആ ഒരു പിക്ചർ ഞാൻ ഫോട്ടോ പ്രിൻ്റ് എടുപ്പിച്ചാണ്. ഫോട്ടോ പ്രിൻ്റ് എടുപ്പിച്ചിട്ട് അത് പിന്നെ ഒരു നൈഫ് ഉപയോഗിച്ച് നല്ല രീതിയിൽ അത് കട്ട് ഔട്ട് ചെയ്തപോലെ കട്ട് ചെയ്തെടുത്ത് നമ്മൾ നേരത്തെ തന്നെ വെച്ചേക്കും ഈ കേക്ക് ചെയ്യുന്നതിന് മുമ്പിട്ട്. അപ്പോൾ നമുക്ക് ഈ കേക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇതെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് നമ്മൾ നന്നായിട്ട് ക്രീം കൊണ്ട് സൈഡൊക്കെ കെട്ടി ഡിസൈൻ ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ഇതൊക്കെ സിൽവർ ബോൾസും മറ്റേ ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് കേക്കിനെ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യുക, നന്നായി ഡിസൈൻ ചെയ്യുക. ഇതേപോലെ ഒരു സൈഡിൽ പിങ്കും ഒരു സൈഡിൽ ബ്ലൂബെറിയും, ഇത് കസ്റ്റമൈസ് ആയതുകൊണ്ട് അവർ പറയുന്ന രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ ഈ സ്ട്രോബെറി ക്രീം ഒരു സൈഡിലും കൊണ്ടും പിന്നെ മറ്റേ സൈഡിൽ ബ്ലൂബെറി ക്രീമും കൊണ്ടും ഡിസൈൻ ചെയ്യുകയാണ്. പിന്നെ കുറച്ച് പിന്നെ നമ്മൾ ഡസ്റ്റിംഗ് പൗഡർ ഉണ്ടല്ലോ, കളർ ഡസ്റ്റ് പൗഡർ, അത് പിന്നെ വയലറ്റ് ബ്ലൂബെറിക്കും മറ്റേ പിങ്ക് സ്ട്രോബെറിക്കും ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്നുകൂടെ ഒരു കളർഫുൾ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്, വളരെ നേരിയ രീതിയിൽ ഒന്ന് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ നമ്മൾ ക്രീം കോട്ടലയിൽ നിറച്ച് കുറച്ച് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് എക്സ്ട്രാ ഒരു ചെറിയ കെട്ടും കൂടിയൊക്കെ കെട്ടി കൊടുത്ത് ആ കേക്കിനെ ഒന്നും കൂടി ഒന്ന് മനോഹരമാക്കുക. സെൻട്രലായിട്ട് ഒരു കെട്ടും കൂടി നമ്മൾ കെട്ടി കൊടുക്കുകയാണെങ്കിൽ ആ കേക്കിന് നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഈ കേക്ക് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഒരു ലൈക്ക് അടിക്കാനും മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് സ്പ്രേ ചെയ്ത് നേരത്തെ കട്ട് ചെയ്ത് എടുത്ത് വെച്ച ആ പിക്ചർ നമ്മൾ രണ്ടും ഈ കേക്കിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ട് നല്ല ഒരു ഫിനിഷ് ചെയ്യുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.